ഹലോ, ഐ ആം നിനു. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമുക്കൊരു മാമ്പഴ പുളിശ്ശേരി റെസിപ്പി കണ്ടല്ലോ. അതിനാവശ്യമുള്ളത് ഏകദേശം ഒരു 3/4 മുറി തേങ്ങ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു തണ്ട് വേപ്പില, ഒരു 1/4 ടീസ്പൂൺ നല്ല ജീരകം, 2 വെളുത്തുള്ളി. ഇതെല്ലാം നമുക്ക് മിക്സിയിലിട്ട് നന്നായിട്ട് അരച്ചെടുത്ത് മാറ്റി വയ്ക്കാം. അതുപോലെ തന്നെ 1/2 ലിറ്റർ തൈരും മിക്സിയിലിട്ട് തന്നെ ഉടച്ചെടുക്കാം. മഞ്ഞൾപ്പൊടി നെയ്യിട്ട് വേവിച്ച് ഫ്രീസ് ചെയ്ത മാമ്പഴമാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. ഇനി അതിലോട്ട് 2 പച്ചമുളക് ഒന്ന് അരിഞ്ഞിട്ട് കൊടുക്കാം. പിന്നെ ഏകദേശം ഒരു 1.5 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പ്. പിന്നെ ഏകദേശം ഒരു 1/2 ഗ്ലാസ് വെള്ളവും കൂടി ചേർത്ത് നമുക്ക് വേവിക്കാൻ വയ്ക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് അടച്ചു വെച്ച് വേവിക്കാം. ഓൾറെഡി വേവിച്ച് വെച്ച മാങ്ങയുണ്ട്, അധികം വേവുണ്ടാവില്ല. അതുകൊണ്ട് ഒന്ന് തിളച്ച് വരുമ്പോഴത്തേക്കും നമുക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം. അരപ്പ് കഴുകിയ വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ലപോലെ തിളച്ച് മറിയണ്ട. ഒന്ന് തിള വരുമ്പോഴത്തേക്കും നമുക്ക് തൈര് ആഡ് ചെയ്ത് കൊടുക്കണം. അതുപോലെ ചെറിയ തിള വരുമ്പോൾ തന്നെ നമുക്ക് തൈര് ആഡ് ചെയ്ത് കൊടുക്കാം. തൈര് ആഡ് ചെയ്തതിന് ശേഷം ഇതുപോലെ തന്നെ നന്നായിട്ട് മിക്സ് ചെയ്ത് ഒന്ന് ചൂടാകുമ്പോൾ തന്നെ സ്റ്റവ് ഓഫ് ചെയ്യും. താളിക്കാനുള്ള കൂട്ട് നോക്കാം. വെളിച്ചെണ്ണ ഒഴിച്ച് വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ കടുക് ഇട്ട് കൊടുക്കാം. കടുക് നന്നായിട്ട് പൊട്ടി വരുമ്പോഴത്തേക്കും ഒരു 1/4 ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കാം. ഉലുവ പൊട്ടിക്കഴിയുമ്പോഴത്തേക്കും ഏകദേശം ഒരു 5-6 കുഞ്ഞുള്ളി, കുറച്ച് കറിവേപ്പില, 3-4 വറ്റൽമുളകും ചേർത്ത് നമുക്ക് വഴറ്റിയെടുക്കാം. നല്ല ഗോൾഡൻ ബ്രൗൺ ആയി കഴിയുമ്പോഴത്തേക്കും സ്റ്റവ് ഓഫ് ചെയ്ത് ഇതിലോട്ടൊരു 1/2 ടീസ്പൂൺ മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് ഉടനെ തന്നെ നമുക്ക് മാമ്പഴ പുളിശ്ശേരിയിലോട്ട് ചേർത്ത് കൊടുക്കാം. തളിച്ച് ചേർത്ത് ഒരു 5 മിനിറ്റ് നമുക്ക് അടച്ച് വയ്ക്കാം. എന്നിട്ട് 5 മിനിറ്റ് കഴിയുമ്പോൾ മൂടി തുറന്ന് ഏകദേശം ഒരു നുള്ളു കായം ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, മാമ്പഴ പുളിശ്ശേരി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ, ടാറ്റ, ബൈ ബൈ.